ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു റെഡ് ക്യാബേജിന്റെ തോരനാണ്. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ക്യാബേജ് നോക്കൂ. ഈ അരിയുന്ന കണക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കുക. എന്നിട്ട് ക്യാബേജ് ഇതേ രീതിയിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിലാണ് അരിഞ്ഞെടുത്തത്. ഇനി അതിന് വേണ്ടുന്ന മറ്റ് ചേരുവകൾ എന്തെന്ന് നോക്കാം. ഒരു സവാള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നീളത്തിൽ തന്നെയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ പച്ചമുളക് മാത്രം ചേർക്കുള്ളൂ, മറ്റുള്ള മുളകൊന്നും ചേർക്കില്ല. ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരകിയതുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് വേണ്ടതെന്ന് പറഞ്ഞാൽ 2 മുട്ട, പിന്നെ കുറച്ച് ജീരകം, ഉഴുന്നുപരിപ്പ്, 2-3 വറ്റൽമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കടുക്. അത് കഴിഞ്ഞ് കുറച്ച് എണ്ണ ഒഴിക്കാം. കൂടുതലൊന്നും വേണ്ട, ലേശം മതി. അടുത്തത് നമുക്ക് സവാള ഇടാം. ഈ സവാളയും ക്യാബേജും അധികം വേവണമെന്നില്ല, കാരണം പച്ചക്കറികളെല്ലാം നമ്മൾ അര വേവിൽ കഴിക്കുന്നതാണ്. അല്ലെങ്കിൽ തന്നെ ഈ ക്യാബേജെല്ലാം നമ്മൾ സലാഡിനെല്ലാം ഉപയോഗിക്കുന്നത് പച്ചയ്ക്കാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ സവാളയുടെ കൂടെ തന്നെ ക്യാബേജും ആഡ് ചെയ്യുക. ഇത് പല സ്ഥലങ്ങളും പർപ്പിൾ കളറെന്ന് പറയും, റെഡ് കളർ എന്ന് പറയും. സാധാരണ നമ്മളിപ്പോൾ കേരളത്തിലെല്ലാവരും പറയുന്നത് റെഡ് കളർ എന്നാണ് പറയുന്നത്. ചുവന്ന ക്യാബേജ് എങ്ങനെയാണ് പറയുന്നത്? ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത ശേഷം ഇതൊന്ന് മൂടി വയ്ക്കും. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതിയല്ല, അത് ഭയങ്കരമായിട്ട് വേവയൊന്നും വേണ്ട. പച്ചമുളക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇതിൽ പച്ചമുളക് മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ, വേറെ മുളക് പൊടിയോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ഇതിലായി ചേർക്കും മഞ്ഞപ്പൊടി കുറച്ച്, കാരണം ഇലകളാകുമ്പോൾ വിഷാംശങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടി മഞ്ഞപ്പൊടി വളരെ നല്ലതാണ്. അപ്പോൾ കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്കിടാം. ഉപ്പും അതുപോലെ ചിലവർക്ക് കൂടുതലായിരിക്കും, ചിലർക്ക് കുറച്ചായിരിക്കും. അപ്പോൾ അത് കണക്കിൽ നിങ്ങൾ ഉപ്പും ഇടുക. ഓക്കെ, ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഓക്കെ, മൂടി തുറന്ന് നോക്കാം. ക്യാബേജ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ഇത് 3 കൂടെ കൈകൊണ്ട് നേടിയെടുത്തതാണ്, അല്ലാതെ മിക്സിയിലൊന്നും ഇട്ട് അരച്ചിട്ടില്ല. അപ്പോൾ ഇത് പോലെ ചെയ്താൽ മതി. അതങ്ങോട്ടിടുക. എല്ലാവരും പിന്നെ വേറൊരു കാര്യം ചെയ്യുന്നത്, ഈ എണ്ണയിൽ കറിവേപ്പില ഇടും. ഈ എണ്ണയിൽ കറിവേപ്പില ഇട്ടാൽ എണ്ണ അത്രയും കുടിക്കും, അതിൻ്റെ ആവശ്യമില്ല. കറിവേപ്പില നമുക്ക് അതിൻ്റെ ഒരു നല്ല സ്മെല്ല് കിട്ടുന്നതിന്. ഇപ്പോൾ കേരളത്തിലെല്ലാവരും കറിവേപ്പില എടുത്ത് കളയുകയില്ല, പക്ഷെ തമിഴ്നാട്ടിലൊക്കെ എല്ലാവരും കറിവേപ്പില കഴിക്കും. ഞാനും കഴിക്കാറുണ്ട്. കറിവേപ്പില കഴിക്കുന്നത് കണ്ണിന് നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ കറിവേപ്പില കഴിക്കാൻ നോക്കുക. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. ഓക്കെ, എന്താണെന്ന് നോക്കാം. ശരി, തേങ്ങയും വാടിയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച 2 മുട്ട അത് ബീറ്റ് ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഇത് മൂടി വയ്ക്കണ്ട, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ റെഡ് ക്യാബേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ തീ ഓഫ് ചെയ്യാം. ഓക്കെ,
ഓക്കെ, ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഓ, നല്ല ചൂടാ. സൂപ്പർ. നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്.